The Lord told me കർത്താവ് എന്നോട് പറഞ്ഞു that He is going to build everything for you. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി സകലതും പണിതുയർത്തുവാൻ പോകുകയാണെന്ന്. Whatever is broken in your life, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം തകർന്നിരിക്കുന്നുവോ, whatever obstacle that has been there for you to have a building a life and a future, നിങ്ങൾക്ക് സ്വന്തമായി ഒരു വീട്, നല്ലൊരു ജീവിതം, ഭാവി എന്നിവയ്ക്ക് എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടെങ്കിലും God said, I will build it for my children. ദൈവം പറയുന്നു, എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ സകലതും പണിതുയർത്തും. In Hebrews 3 and verse 4, എബ്രായർ 3:4 വാക്യത്തിൽ the Bible says, വേദപുസ്തകം പറയുന്നു, God is the builder of everything. സകലതും നിർമ്മിക്കുന്നവൻ ദൈവമാകുന്നു. God is the builder of ദൈവമാണ് everything. സകലതും നിർമ്മിക്കുന്നത്. God will build everything for you. ദൈവം നിങ്ങൾക്ക് വേണ്ടി സകലതും നിർമ്മിക്കും. He will build up everything for you. ദൈവം നിങ്ങൾക്ക് വേണ്ടി സകലതും നിർമ്മിക്കും. Let not your heart be troubled. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. God will build everything ദൈവം for നിങ്ങൾക്ക് you. വേണ്ടി സകലതും പണിതുയർത്തും. Today God says, ഇന്ന് ദൈവം പറയുന്നു, I will build your house. ഞാൻ നിങ്ങളുടെ ഗൃഹം പണിതുയർത്തും. Amen. ആമേൻ. In 2 Samuel 7 and verse 11, 2 ശമൂവേൽ 7:11 വാക്യത്തിൽ God said to David, ദൈവം ദാവീദിനോട് പറഞ്ഞു, David, ദാവീദേ, you wanted to build a house for നീ me? എനിക്ക് വേണ്ടി ഒരു ഗൃഹം പണിയുവാൻ ആഗ്രഹിക്കുന്നുവോ? I will build a house for ഞാൻ you. നിനക്ക് വേണ്ടി ഒരു ഗൃഹം ഉണ്ടാക്കും. I will build your ഞാൻ house. നിന്റെ ഭവനം കെട്ടിപ്പണിയും. Today God promises you, ഇന്ന് ദൈവം നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നു, I will build your ഞാൻ house. നിങ്ങളുടെ ഭവനം കെട്ടിപ്പണിയും. Amen. ആമേൻ. I will build your ഞാൻ family. നിങ്ങളുടെ കുടുംബത്തെ കെട്ടിപ്പണിയും. Let not your heart be troubled. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. Tonight that grace is coming upon you from the Lord ഇന്ന് Jesus. ആ കൃപ യേശുക്രിസ്തുവിൽ നിന്ന് നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു. All right. ശരി, What is the house that God built? ദൈവം നിർമ്മിക്കുന്ന ഭവനം എങ്ങനെയുള്ളതാണ്? God does not dwell in the buildings built by man. മനുഷ്യന്റെ കൈപ്പണിയായ ആലയങ്ങളിൽ, അതായത് കെട്ടിടങ്ങളിൽ ദൈവം വസിക്കുന്നില്ല. God lives in the hearts of his people. ദൈവം തന്റെ ജനത്തിന്റെ ഹൃദയത്തിലാണ് വസിക്കുന്നത്. So God says, ആകയാൽ ദൈവം പറയുന്നു, I will build you as my temple. ഞാൻ നിങ്ങളെ എന്റെ ആലയമായി പണിതുയർത്തും. I will build you as the temple of the Holy ഞാൻ Spirit. നിങ്ങളെ പരിശുദ്ധാത്മാവിന്റെ ആലയമായി പണിതുയർത്തും. Yes, he is going to build every one of us as the temple of the Holy Spirit. അതെ, ദൈവം നമ്മെ എല്ലാവരെയും പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായി പണിതുയർത്തുവാൻ As the പോകുന്നു. temple of God. ദൈവത്തിന്റെ ആലയമായി. 1 Corinthians 3:16. 1 കൊരിന്ത്യർ 3:16 വാക്യം, 1 Corinthians 6:19. 1 കൊരിന്ത്യർ 6:19 വാക്യം. These verses bring this promise to ഈ us. വാക്യങ്ങൾ, ഈ വാഗ്ദത്തം നമുക്ക് നൽകുന്നു. Today you may say, I am a useless ഇന്ന് നിങ്ങൾ person. പറഞ്ഞേക്കാം, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്. Or you may say, I don't feel the presence of God at all. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞേക്കാം, എനിക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ Or you may say, I'm കഴിയുന്നില്ല. desperate, weak, and I'm not having any spiritual അല്ലെങ്കിൽ power. നിങ്ങൾ പറഞ്ഞേക്കാം, ഞാൻ ബലഹീനനാണ്, നിരാശനാണ്, എന്നിൽ ഒരു ആത്മീയ അനുഗ്രഹങ്ങളും So I'm ഇല്ല. not able to get anything from God. ആകയാൽ ദൈവത്തിൽ നിന്ന് എനിക്കൊന്നും പ്രാപിക്കാനാവുന്നില്ല. I am a failure. ഞാനൊരു പരാജയമാണ്. I've been having എനിക്ക് losses. നഷ്ടങ്ങൾ നേരിട്ടു. Nobody understands ആരും എന്നെ me. മനസ്സിലാക്കുന്നില്ല. My life is miserable. എന്റെ ജീവിതം ദുരിതപൂർണമാണ്. Cheer up tonight. ഇന്ന് സന്തോഷിപ്പിൻ. God says, ദൈവം പറയുന്നു, I will honor you, my son, my daughter, who has come to see me. എന്നെ കാണുവാൻ വന്നിരിക്കുന്ന എന്റെ മകളെ, മകനെ, ഞാൻ നിങ്ങളെ മാനിക്കും. I will make you my temple. ഞാൻ നിങ്ങളെ എന്റെ ആലയമാക്കി തീർക്കും. Yes, my temple. എന്റെ ആലയമാക്കി മാറ്റും. When people see you, ജനങ്ങൾ നിങ്ങളെ കാണുമ്പോൾ, when the devil sees you, പിശാച് നിങ്ങളെ കാണുമ്പോൾ, they will say, അവർ പറയും, this is the temple of God. ഇത് ദൈവത്തിന്റെ ആലയമാകുന്നു. This Nagarjuna is the temple of ഈ God. നാഗാർജുന ദൈവത്തിന്റെ ആലയമാണ്. This Salome is the temple of ഈ God. ശലോമി ദൈവത്തിന്റെ ആലയമാണ്. This Rakshana is the temple of the Holy ഈ Spirit. രക്ഷണ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. What a great joy. എത്ര വലിയ സന്തോഷമാണിത്. Yes, God is going to transform you and build you as his temple. അതെ, ദൈവം നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനും ദൈവത്തിന്റെ ആലയമാക്കി പണിത് ഉയർത്തുവാനും Are പോകുന്നു. you not happy? നിങ്ങൾക്ക് സന്തോഷമില്ലേ? Tell the Lord, thank you, Jesus. പറയുവിൻ, യേശുവേ നന്ദി. Everybody raise your hands and say, thank you, Jesus. എല്ലാവരും കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറയുവിൻ, യേശുവേ അങ്ങേക്ക് നന്ദി. You're making me your temple.
അങ്ങനെ അങ്ങയുടെ ആലയമാക്കി തീർക്കുന്നു. I am not going to be a wasted ഞാൻ ഇനി person. ഉപയോഗശൂന്യനായ ഒരു വ്യക്തിയായി തീരുവാൻ പോകുന്നില്ല. I am not going to be a despised person ഞാൻ anymore. ഇനി തിരസ്കരിക്കപ്പെട്ട ഒരു വ്യക്തിയായിരിക്കുവാൻ പോകുന്നില്ല. I am going to have a glorious future. എനിക്ക് ഒരു മഹനീയമായ ഭാവി ഉണ്ടാകുവാൻ God is building me as His temple. ദൈവം എന്നെ തന്റെ ആലയമാക്കി പണിതുയർത്തുന്നു. Tonight you will become God's temple. ഇന്ന് രാത്രി നിങ്ങൾ ദൈവത്തിന്റെ ആലയമായി തീരും. Yes, my friend. അതെ സ്നേഹിതന്മാരെ, How does God build you as His temple? ദൈവം എങ്ങനെയാണ് നിങ്ങളെ തന്റെ ആലയമായി പണിതുയർത്തുന്നത്? First, He puts the foundation. ആദ്യം ദൈവം അടിസ്ഥാനമിടുന്നു. Firstly, the foundation for you to become God's temple is going to be നിങ്ങൾ built. ദൈവത്തിന്റെ ആലയമായി തീരുന്നതിനുള്ള അടിസ്ഥാനമാണ് ആദ്യം നിർമ്മിക്കുവാൻ പോകുന്നത്. What is that foundation? എന്താകുന്നു ആ അടിസ്ഥാനം? Who is that foundation? ആരാകുന്നു ആ അടിസ്ഥാനം? 1 Corinthians 3:11 says, 1 കൊരിന്ത്യർ 3:11 പറയുന്നു, Jesus Christ is the foundation of your life for you to be the temple of നിങ്ങൾ God. ദൈവത്തിന്റെ ആലയമായി തീരുന്നതിനെ നിങ്ങളുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവാണ് നിങ്ങൾക്ക് അടിസ്ഥാനം. He Himself is the foundation. യേശു തന്നെയാകുന്നു അടിസ്ഥാനം. For you to have Jesus as the foundation, യേശുവായിരിക്കണം നിങ്ങളുടെ അടിസ്ഥാനം. He has paid the price അതിനുള്ള വില യേശു നൽകി so കഴിഞ്ഞു. that the foundation of your life will be strong as ever. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം അതിശക്തമായ I've അടിസ്ഥാനമായിരിക്കും. said this story many times. ഞാൻ നിരവധി തവണ ഈ കഥ പറഞ്ഞിട്ടുണ്ട്. There was a big earthquake in Japan. ഒരിക്കൽ ജപ്പാനിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. Every building fell, എല്ലാ കെട്ടിടങ്ങളും തകർന്നു വീണു. but only one big palace just stood. എന്നാൽ വലിയൊരു അരമന മാത്രം തകർന്നു വീഴാതെ ഉറച്ചു നിന്നു. It was the palace of a rich man. അത് ഒരു ധനികന്റെ കൊട്ടാരമായിരുന്നു. So the researchers, geologists of the whole world came to see the foundation on which that building was built. അതുകൊണ്ട് ആ കെട്ടിടത്തിന്റെ അടിസ്ഥാനം എങ്ങനെയുള്ളതാണെന്ന് അറിയുവാൻ ഭൗമശാസ്ത്രജ്ഞന്മാരും ഗവേഷകരും ജപ്പാനിലേക്ക് They said, വന്നു. what is that special foundation which has made this castle to stand when all the buildings have അവർ fallen? ചോദിച്ചു, സകല കെട്ടിടങ്ങളും തകർന്നു വീണു, എന്നാൽ ഈ അരമന മാത്രം തകർന്നില്ല. അങ്ങനെയെങ്കിൽ ഇതിന്റെ അടിസ്ഥാനത്തിന്റെ സവിശേഷത എന്താണ്? When they dug and reached the foundation, അവർ ആ കെട്ടിടത്തിന്റെ അടിസ്ഥാനം കുഴിച്ചു they നോക്കിയപ്പോൾ found a skeleton at the place where the headstone was being placed. മൂലക്കല്ലിട്ടിരുന്ന സ്ഥലത്ത് ഒരു അസ്ഥികൂടം കണ്ടെത്തുവാൻ അവർക്ക് സാധിച്ചു. Some gold coins were അവിടെ there. ചില സ്വർണ്ണ നാണയങ്ങളും ചിതറിക്കിടന്നിരുന്നു. So they read all the old അതുകൊണ്ട് അവർ manuscripts പുരാതന ഹസ്തലിഖിതങ്ങളെല്ലാം വായിച്ചു നോക്കി. and they found അവർ ഒരു കാര്യം കണ്ടെത്തി. when a rich man would build his palace ഒരു ധനികൻ തന്റെ അരമന പണിതുയർത്തുന്ന സന്ദർഭത്തിൽ, during those old ആ times, പ്രാചീന കാലഘട്ടത്തിൽ he would call the most trusted, perfect servant to come and lie down as the cornerstone for his house. ആ കെട്ടിടത്തിന്റെ മൂലക്കല്ലായി കിടക്കുവാൻ തന്റെ ഏറ്റവും വിശ്വസ്തനായ ദാസനെ അദ്ദേഹം വിളിക്കുമത്രേ. And on him the castle would be built. പിന്നീട് ആ വ്യക്തിയുടെ മേൽ ആ അരമന പണിതുയർത്തും. And the man would say, ആ വിശ്വസ്ത ദാസൻ ഇങ്ങനെ he പറയുമത്രേ, would not cry, അവൻ കരയുകയില്ല, he would not lament, അവൻ വിലപിക്കുകയില്ല. he would say, അവൻ പറയും, my master has chosen me amongst all the servants. എല്ലാ ഭൃത്യന്മാരിൽ നിന്നും എന്റെ യജമാനൻ എന്നെ തിരഞ്ഞെടുത്തു. I am the most trusted ഞാൻ person. ഏറ്റവും വിശ്വസ്തനായ ഭൃത്യനാകുന്നു. How much my master has honored me. എന്റെ യജമാനൻ എത്രമാത്രം എന്നെ മാനിച്ചിരിക്കുന്നു. And he would come and lie down, ആ മൂലക്കല്ല് ഇടുന്ന സ്ഥലത്ത് അവൻ വന്ന് all കിടക്കും. alive. ജീവനോടെ Castle would be built on him. അവന്റെ മേൽ ആ അരമന പണിതുയർത്തപ്പെടും. He would die, അവൻ മരിക്കും, but his master would live. എന്നാൽ അവന്റെ യജമാനൻ ജീവിക്കും. Today, my friend, ഇന്ന് സ്നേഹിതന്മാരെ, the most trusted one, ഏറ്റവും വിശ്വസ്തനായ വ്യക്തി Jesus Christ, യേശു ക്രിസ്തു came as a servant ഒരു ദാസനായി ഭൂമിയിലേക്ക് വന്നു. to come and give his life for us. നമുക്ക് വേണ്ടി തന്റെ ജീവൻ യാഗമായി He said, അർപ്പിക്കുന്നതിന് let me go, യേശു പറഞ്ഞു, ഞാൻ മരിച്ചു പോകട്ടെ, lay on the cross, ഞാൻ ക്രൂസിൽ തൂങ്ങി കിടക്കട്ടെ, let my son's life be built on it, എന്റെ മകന്റെ ജീവിതം അതിന്മേൽ let പണിതുയർത്തപ്പെടട്ടെ, my daughter's life be built on it, അതുപോലെ എന്റെ മകളുടെ ജീവിതവും. let me die, ഞാൻ മരിക്കട്ടെ, but let my child live. എന്നാൽ എന്റെ കുഞ്ഞ് ജീവിക്കട്ടെ. He has looked at you യേശു നിങ്ങളെ നോക്കുന്നു. and he said, let my child യേശു live, പറയുന്നു, എന്റെ കുഞ്ഞ് ജീവിക്കട്ടെ, let me die, ഞാൻ മരിക്കട്ടെ, let me die. ഞാൻ മരിക്കട്ടെ. The perfect God, സമ്പൂർണനായ ദൈവം, blemishless God, നിഷ്കളങ്കനായ ദൈവം, holiness in every way, സകല വിധത്തിലും വിശുദ്ധനായ ദൈവം, Jesus Christ യേശു ക്രിസ്തു
who was born through the seed of God and not any sinful man. പാപിയായ ഏതെങ്കിലും മനുഷ്യന്റെ വിത്തിലൂടെയല്ല, ദൈവത്തിന്റെ വിത്ത് മുഖാന്തരം ജനിച്ച യേശുക്രിസ്തു, Formed in the womb of a ഒരു virgin, കന്യകയുടെ ഗർഭപാത്രത്തിൽ രൂപം കൊണ്ട യേശുക്രിസ്തു came ഭൂമിയിലേക്ക് വന്നു as a holy one ഒരു വിശുദ്ധ പ്രജയായി, to be the foundation of our life നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമായി തീരുന്നതിന് through his sacrifice. തന്റെ യാഗബലിയിലൂടെ Today ഇന്ന് he says, യേശു പറയുന്നു, my child, എന്റെ കുഞ്ഞെ, let me into your life. നിന്റെ ജീവിതത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കൂ. Let me be the foundation for your life. ഞാൻ നിന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനമായി തീരട്ടെ. He is knocking at the door of your heart. യേശു നിങ്ങളുടെ ഹൃദയ വാതിൽക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്നു. He is not dead anymore. യേശു ഇനി മരിച്ചവനല്ല. He rose up on the third day യേശു മൂന്നാം ദിവസം to ഉയർത്തെഴുന്നേറ്റു. be your living നിങ്ങൾക്ക് foundation, വേണ്ടി ഒരു ജീവനുള്ള അടിസ്ഥാനമായി to be മാറുന്നതിന്, alive, നിങ്ങൾക്കായി to ജീവിച്ചിരിക്കുവാൻ, live, ജീവിക്കുവാൻ, carry you as the foundation of life. ജീവന്റെ അടിസ്ഥാനമായി നിങ്ങളെ തന്റെ മേൽ വഹിക്കുവാൻ. When Jesus is your foundation, യേശു നിങ്ങളുടെ അടിസ്ഥാനമായി തീരുമ്പോൾ you will also be crucified with Christ. നിങ്ങളും ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെടും. You will no longer live yourself, ഇനി ജീവിക്കുന്നത് നിങ്ങളായിരിക്കുകയില്ല, but Christ will live in you. എന്നാൽ ക്രിസ്തു നിങ്ങളിൽ ജീവിക്കും. Praise the Lord. ദൈവത്തിന് സ്തുതി. You will never live for yourself. നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി You will ജീവിക്കുകയില്ല. be crucified along with Christ. നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെടും. It'll be Jesus, Jesus, Jesus alone in your life. ഇനി യേശു, യേശു മാത്രമായിരിക്കും നിങ്ങളിൽ ജീവിക്കുക. The devil may come and tempt you, പിശാച് വന്ന് നിങ്ങളെ പരീക്ഷിച്ചേക്കാം. but the Spirit of Jesus will show you the love Jesus has for you. എന്നാൽ യേശുവിന്റെ ആത്മാവ് നിങ്ങളോടുള്ള യേശുവിന്റെ സ്നേഹം നിങ്ങൾക്ക് കാണിച്ചു തരും. And you will overcome the temptation of the devil. നിങ്ങൾ പിശാചിന്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കും. Romans 8:26 says, റോമർ 8:26 അപ്രകാരം the പറയുന്നു, Holy Spirit helps us in our weakness. പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. Many years ago, നിരവധി വർഷങ്ങൾക്ക് മുൻപ് Jesus appeared to my father യേശു എന്റെ പിതാവിന് പ്രത്യക്ഷപ്പെട്ടു. and he said, my son, യേശു പറഞ്ഞു, എന്റെ മകനെ, you have been preaching in the street for 14 years, 14 വർഷമായി തെരുവുകളിൽ നിന്ന് പ്രസംഗിക്കുകയാണ്. but now I am going to put you on the public platform. എന്നാൽ ഇപ്പോൾ ഞാൻ നിന്നെ പൊതുവേദികളിൽ നിർത്തുവാൻ He പോകുന്നു. was 34 years, അപ്പോൾ അദ്ദേഹത്തിന് 34 വയസ്സായി. and the vision came. ആ ദർശനം He ലഭിച്ചപ്പോൾ was so happy, അദ്ദേഹം വളരെ but സന്തോഷിച്ചു. then a terrible sickness came. എന്നാൽ പിന്നീട് ഭയാനകമായ ഒരു രോഗം The അദ്ദേഹത്തെ പിടികൂടി. sickness tormented ആ him. രോഗം അദ്ദേഹത്തെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. He was vomiting blood, അദ്ദേഹം രക്തം ഛർദ്ദിച്ചു, coughing, his ചുമച്ചുകൊണ്ടിരുന്നു. lungs failed, അദ്ദേഹത്തിന്റെ ശ്വാസകോശം പ്രവർത്തനം and he was രഹിതമായി. about to die. അദ്ദേഹം മരിക്കാറായി. And Satan came. അപ്പോൾ സാത്താൻ പ്രത്യക്ഷപ്പെട്ടു. Satan said, സാത്താൻ പറഞ്ഞു, Dinakaran, ദിനകരൻ, you've been preaching Jesus in the streets along with your bank job നീ faithfully. ബാങ്കിലെ ജോലിയോടൊപ്പം വിശ്വസ്തയോടെ തെരുവുകളിൽ നിന്ന് യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരുന്നു. See what he has done. ഇപ്പോൾ യേശു ചെയ്തത് കണ്ടോ? He has allowed the sickness to come into രോഗം you. നിന്നെ പിടികൂടുവാൻ യേശു അനുവദിച്ചിരിക്കുന്നു. And Satan said, സാത്താൻ പറഞ്ഞു, Dinakaran, ദിനകരൻ, forsake Jesus. യേശുവിനെ തള്ളി പറയൂ, Follow me. എന്നെ അനുഗമിക്കൂ, I will heal you. ഞാൻ നിന്നെ സൗഖ്യമാക്കും. It is the devil which puts sickness. പിശാച് നിമിത്തമാണ് ആ രോഗം ഉണ്ടായത്. He said, follow me. അവൻ പറഞ്ഞു, എന്നെ അനുഗമിക്കൂ, No more sickness. ഇനി രോഗങ്ങൾ ഉണ്ടാകില്ല. And I will bring my prophetic power, demonic prophetic power into you. ഞാൻ എന്റെ പൈശാചികമായ പ്രവചന ശക്തി നിനക്ക് നൽകും. You will prophesy to നീ kings, രാജാക്കന്മാരോട് പ്രവചിക്കും. and they will come and pour money at your അവർ feet. വന്ന് പണം നിന്റെ കാൽക്കൽ ഇട്ടുതരും. They will honor you. അവർ നിന്നെ മാനിക്കും. You'll become the most famous man. നീ ഏറ്റവും പ്രസിദ്ധനായി തീരും. No sickness, രോഗങ്ങൾ ഉണ്ടാകില്ല. no financial trouble. സാമ്പത്തിക പ്രയാസം ഉണ്ടാകില്ല. Why do you want to stand in the street and preach just Jesus? നീ എന്തിനാണ് തെരുവിൽ നിന്നുകൊണ്ട് യേശുവിനെ കുറിച്ച് It പ്രസംഗിക്കുന്നത്? was a great അത് temptation. വലിയൊരു പ്രലോഭനമായിരുന്നു. Great temptation. വലിയൊരു പ്രലോഭനം. But then, അപ്പോൾ thank God, ദൈവത്തിന് സ്തുതി, he was crucified with Christ. അദ്ദേഹം ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരുന്നു. The Holy Spirit rose up, പരിശുദ്ധാത്മാവ് ഉണർന്നെഴുന്നേറ്റു. rose up within him, അദ്ദേഹത്തിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് എഴുന്നേറ്റു. and he showed പരിശുദ്ധാത്മാവ് ഒരു ദൃശ്യം കാണിച്ചു കൊടുത്തു. Jesus carrying the cross, യേശു ക്രൂശ് വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന shedding ദൃശ്യം, blood രക്തം ചിന്തിക്കൊണ്ട് for him to be his child, അദ്ദേഹം യേശുവിന്റെ പൈതലായി തീരുന്നതിന്, for Jesus to be the foundation of his life. യേശു അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനമായി തീരുന്നതിന്, The Holy Spirit said, പരിശുദ്ധാത്മാവ് പറഞ്ഞു, my son Jesus loves എന്റെ you. മകനെ, യേശു നിന്നെ സ്നേഹിക്കുന്നു. Jesus loves you even now. ഇപ്പോഴും യേശു നിന്നെ സ്നേഹിക്കുന്നു. And the love of God filled his heart. സ്നേഹം അദ്ദേഹത്തിന്റെ ഹൃദയത്തെ നിറച്ചു.
And my father looked at എന്റെ Satan പിതാവ് സാത്താനെ നോക്കി on his തന്റെ deathbed മരണക്കിടക്കയിൽ വെച്ച് and said, Satan, അദ്ദേഹം പറഞ്ഞു, സാത്താനെ, what you're saying is നീ beautiful. പറയുന്നത് മനോഹരമായ It's കാര്യങ്ങളാണ്, wonderful. അത് അത്ഭുതകരമാണ്. But Satan, എന്നാൽ സാത്താനെ, you never gave your life for me. നീ ഒരിക്കലും എനിക്ക് വേണ്ടി നിന്റെ ജീവൻ വെടിഞ്ഞിട്ടില്ല. Only Jesus gave his life for me. യേശു മാത്രമാണ് എനിക്ക് വേണ്ടി തന്റെ ജീവൻ വെടിഞ്ഞത്. I will follow Jesus. ഞാൻ യേശുവിനെ അനുഗമിക്കും. Come on, give the Lord a big hand ഒരു clap. കരഘോഷം മുഴക്കി കർത്താവിനെ സ്തുതിക്കുവിൻ. Praise the Lord. ദൈവത്തെ സ്തുതിക്കുവിൻ. Only Jesus gave his life യേശു for me. മാത്രമാണ് എനിക്ക് വേണ്ടി തന്റെ ജീവൻ വെടിഞ്ഞത്. You Satan, you have not given your life for me. സാത്താനെ, നീ നിന്റെ ജീവൻ എനിക്ക് വേണ്ടി വെടിഞ്ഞിട്ടില്ല. I will trust the one who gave his life for me and is alive. എനിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ യേശുവിൽ ഞാൻ ആശ്രയിക്കും. യേശു ഇന്നും ജീവിക്കുന്നു. Satan bowed. സാത്താൻ തലകുനിച്ചു. Jesus came. യേശു പ്രത്യക്ഷപ്പെട്ടു. Jesus said, യേശു പറഞ്ഞു, my son, എന്റെ മകനെ, when I put you on the public platform, ഞാൻ നിന്നെ പൊതുവേദികളിൽ നിർത്തുമ്പോൾ, when you cry for the people, നീ ജനങ്ങൾക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ, I will come, ഞാൻ വരും. see your tears നിന്റെ കണ്ണുനീർ കണ്ട് and wipe away the tears of the millions of people. ദശലക്ഷങ്ങളുടെ കണ്ണുനീർ ഞാൻ തുടച്ചു മാറ്റും. And I will heal everyone who comes to your meeting. നിന്റെ യോഗത്തിന് വരുന്ന എല്ലാവർക്കും ഞാൻ സൗഖ്യം പകർന്നു നൽകും. Millions will be healed. ദശലക്ഷക്കണക്കിന് ജനങ്ങൾ സൗഖ്യം But പ്രാപിക്കും. before that, അതിനു മുൻപ് you must know the agony of sickness. രോഗം നിമിത്തമുണ്ടാകുന്ന കഠിനവ്യത നീ Only അനുഭവിച്ചറിയണം. when you go through this നീ suffering, ഈ കഷ്ടതയിലൂടെ കടന്നുപോയാൽ you മാത്രമേ will know the suffering of the people who are sick. രോഗിയായവരുടെ കഷ്ടത നിനക്ക് You മനസ്സിലാക്കാനാവും. will know the suffering of the people who are oppressed by the evil powers and temptations. പൈശാചിക ശക്തികളാൽ പീഡിപ്പിക്കപ്പെടുന്ന പരീക്ഷിക്കപ്പെടുന്ന ജനങ്ങളുടെ കഷ്ടത നിനക്ക് മനസ്സിലാക്കാനാകും. That's why I allowed you to go through this path. അതുകൊണ്ടാണ് ഈ പാതയിലൂടെ ഞാൻ നിന്നെ കടന്നു പോകുമാറാക്കിയത്. My son, എന്റെ മകനെ, you have been faithful. നീ വിശ്വസ്തനായിരുന്നു. Now I can trust you. ഇപ്പോൾ എനിക്ക് നിന്നെ വിശ്വസിക്കാം. Now I will raise you up. ഇപ്പോൾ ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കും. Jesus healed him, യേശു അദ്ദേഹത്തിന് സൗഖ്യം നൽകി. gave him brand new lungs, പുത്തൻ പുതിയ ശ്വാസകോശങ്ങൾ നൽകി. and with those ആ lungs, ശ്വാസകോശങ്ങളോടുകൂടി for nearly 37 years after that, he has brought millions of people God's healing in soul, mind and body. അതിനുശേഷം ഏകദേശം 37 വർഷക്കാലം അദ്ദേഹം ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ദേഹം, ദേഹി, ആത്മാവിൽ ദൈവിക രോഗസൗഖ്യം പകർന്നു നൽകി. It never stopped there. അതോടുകൂടി അതൊന്നും Today, അവസാനിച്ചില്ല. 3 generations after him are still carrying the power of God. അദ്ദേഹത്തിന് ശേഷം 3 തലമുറകൾ ഇന്നും ദൈവശക്തി വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. Amen. Amen. God's healing power flows. അതിലൂടെ ദൈവിക രോഗശാന്തി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. Jesus as the foundation. യേശു അടിസ്ഥാനമായതിനാൽ It'll happen to you and your family. അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും No സംഭവിക്കും. temptation can separate you from the love of ഒരു Jesus. പരീക്ഷണത്തിനും ദൈവസ്നേഹത്തിൽ നിന്ന് നിങ്ങളെ വേർപിരിക്കാനാവില്ല. Let not your heart be troubled. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. Today, Jesus is becoming your foundation ഇന്ന് യേശു നിങ്ങളുടെ അടിസ്ഥാനമായി തീരുന്നു through his sacrifice. തന്റെ യാഗബലിയിലൂടെ. And the same God, അതേ ദൈവം he says, I will build your house as the temple of God with living stones. അതേ ദൈവം പറയുന്നു, ജീവനുള്ള കല്ലുകൾ കൊണ്ട് ഞാൻ നിങ്ങളെ ദൈവത്തിന്റെ ആലയമായി After പണിതുയർത്തും. the foundation, I'll build the walls അടിസ്ഥാനം ഇട്ടതിനു ശേഷം ഞാൻ ഭിത്തികൾ പണിയും with living stone. ജീവനുള്ള കല്ലുകൾ കൊണ്ട്. 1 Peter 2 and verse 4. 1 പത്രോസ് 2:4 Jesus Christ is that living stone. യേശുക്രിസ്തുവാകുന്നു ആ ജീവനുള്ള കല്ല്. And he builds you into a spiritual house യേശു നിങ്ങളെ ആത്മീക ഗൃഹമായി പണിതുയർത്തുന്നു. to be his priest. തന്റെ പുരോഹിതനായി തീരുന്നതിന്. Yes, with living stone. അതെ, ജീവനുള്ള കല്ലുകൾ കൊണ്ട്. Yes, there'll be life flowing into you from Jesus always. അതെ, യേശുവിൽ നിന്ന് എപ്പോഴും നിങ്ങളിലേക്ക് ജീവൻ പ്രവഹിച്ചുകൊണ്ടിരിക്കും. Jesus said, യേശു പറഞ്ഞു, I am the life. ഞാനാകുന്നു ജീവൻ, I am the resurrection. ഞാനാകുന്നു പുനരുദ്ധാനം. He who follows me എന്നെ അനുഗമിക്കുന്നവൻ, walks after me. എന്റെ പിന്നാലെ വരുന്നവൻ, Though he were dead, yet he shall live. അവൻ മരിച്ചാലും ജീവിക്കും. God will make you live ദൈവം നിങ്ങളെ ജീവിപ്പിക്കും. through the life that flows from him. ദൈവത്തിൽ നിന്ന് നിങ്ങളിലേക്ക് പ്രവഹിക്കുന്ന The ജീവനിലൂടെ, living stone, ജീവനുള്ള through കല്ലുകളിലൂടെ, the living word. ജീവനുള്ള വചനത്തിലൂടെ. The words of Jesus will keep coming to you. യേശുവിന്റെ വചനങ്ങൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. That's why we read the Bible. അതിനുവേണ്ടിയാണ് നമ്മൾ വേദപുസ്തകം That's why we വായിക്കുന്നത്. listen to God's word. അതിനുവേണ്ടിയാണ് നമ്മൾ ദൈവത്തിന്റെ വചനം When കേൾക്കുന്നത്. we worship him in the church, we listen to God's word. നമ്മൾ സഭയിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം
ജീവവചനം കേൾക്കുന്നു. The living word comes ജീവനുള്ള വചനം നമ്മെ തേടി വരുന്നു. and gives us life. അത് നമുക്ക് ജീവൻ പകരുന്നു. Every word that God has ദൈവം അരുളി spoken ചെയ്യുന്ന സകല വചനങ്ങളും brings us life. നമുക്ക് ജീവൻ നൽകുന്നു. Even now I feel ഇപ്പോഴും ഞാൻ the അനുഭവിച്ചറിയുന്നു holy presence of the living God. ജീവനുള്ള ദൈവത്തിന്റെ വിശുദ്ധ സാന്നിധ്യം. Yes, the living stone Jesus അതെ, ജീവനുള്ള കല്ലായ യേശു is around you. നിങ്ങൾക്ക് ചുറ്റിലുമുണ്ട്. Life is around you. ജീവൻ നിങ്ങൾക്ക് ചുറ്റിലുമുണ്ട്. Life is around you. ജീവൻ നിങ്ങൾക്ക് ചുറ്റിലുമുണ്ട്. The word of God is rising up within. ദൈവത്തിന്റെ വചനം നിങ്ങൾക്കുള്ളിൽ ഉയർന്നു വരുന്നു. Miracles are happening in your life, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. in your family life, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, in your social life, നിങ്ങളുടെ സാമൂഹിക in ജീവിതത്തിൽ, your professional നിങ്ങളുടെ life, ഔദ്യോഗിക ജീവിതത്തിൽ, in your ministry life. നിങ്ങളുടെ ശുശ്രൂഷ ജീവിതത്തിൽ Jesus, യേശു, the life of God is coming. ദൈവത്തിന്റെ ജീവൻ നിങ്ങളിലേക്ക് വരുന്നു. Thank you, Jesus. യേശുവേ നന്ദി, Thank you, Jesus. യേശുവേ നന്ദി, Thank you, Jesus. യേശുവേ നന്ദി. We give you the glory, സകല Lord. മഹത്വവും അങ്ങേക്ക് We give കരേറ്റുന്നു. you the glory, Lord. സകല മഹത്വവും The Holy Spirit is coming upon everybody. പരിശുദ്ധാത്മാവ് എല്ലാവരുടെ മേലും വരുന്നു. Open your heart and receive Him right ഹൃദയം now. തുറന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. The living God is coming now. ജീവനുള്ള ദൈവം നിങ്ങളിലേക്ക് വരുന്നു. Receive Him now. ദൈവത്തെ സ്വീകരിക്കുവിൻ. You are no more an orphan. നിങ്ങൾ ഇനി അനാഥരല്ല. You are no more an orphan. നിങ്ങൾ ഇനി അനാഥരല്ല. God is personally coming into ദൈവം you. വ്യക്തിപരമായി നിങ്ങളിലേക്ക് വരുന്നു. Thank you, Jesus. യേശുവേ നന്ദി, Thank you, Jesus. യേശുവേ നന്ദി. And finally, അവസാനമായി the Bible says, വേദപുസ്തകം പറയുന്നു, God will build your house with a nice compound wall. മനോഹരമായ ചുറ്റുമതിലോടുകൂടി ദൈവം നിങ്ങളുടെ ഭവനം നിർമ്മിക്കും. What is that compound wall? എന്താകുന്നു ആ ചുറ്റുമതിൽ? It is the അത് peace സമാധാനമാകുന്നു. of Jesus. യേശുവിന്റെ സമാധാനമാകുന്നു. Psalm 147:14 says, സങ്കീർത്തനങ്ങൾ 147:14 He പറയുന്നു, fills your borders with peace. അവൻ നിന്റെ ദേശത്ത് സമാധാനം വരുത്തുന്നു. He will put the border of peace around. കർത്താവ് നിങ്ങൾക്ക് ചുറ്റിലും സമാധാനത്തിന്റെ അതിർ No പണിതുയർത്തും. devil can enter into you anymore. ഒരു പിശാചിനും ഇനി നിങ്ങളുടെ അരികിലേക്ക് പ്രവേശിക്കാനാവില്ല. Jesus said, My peace I give unto you, യേശു പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. and my peace, എന്റെ സമാധാനം not the world's peace. ലോകത്തിന്റെ സമാധാനമല്ല. When God's peace comes into you, ദൈവ സമാധാനം നിങ്ങളിലേക്ക് വരുമ്പോൾ everything that you have will be blessed. നിങ്ങൾക്കുള്ള സകലതും അനുഗ്രഹീതമാകും. Your home will be blessed, നിങ്ങളുടെ ഭവനം family അനുഗ്രഹിക്കപ്പെടും. will be blessed, നിങ്ങളുടെ കുടുംബവും, job will be blessed, നിങ്ങളുടെ ജോലിയും, children will be blessed. നിങ്ങളുടെ മക്കളും, Peace, great peace shall be upon your നിങ്ങളുടെ children. മക്കളുടെ സമാധാനം വലിയതാകും. Ministry will be blessed, ശുശ്രൂഷ അനുഗ്രഹീതമാകും. full of peace. സമാധാനത്താൽ നിറഞ്ഞിരിക്കും. He is putting the border of peace around you. ദൈവം സമാധാനത്തിന്റെ അതിർ നിങ്ങൾക്ക് ചുറ്റിലും The കെട്ടുന്നു. devil will cry അത് കാണുമ്പോൾ പിശാച് നിലവിളിക്കും. as he looked at Job and cried. അവൻ ഇയ്യോബിനെ നോക്കി നിലവിളിച്ചതുപോലെ. Job 1 and verse 10. ഇയ്യോബ് 1:10 Have you not put a hedge around him, സാത്താൻ ചോദിക്കുന്നു, നീ അവന് ചുറ്റും വേലി and കെട്ടിയിട്ടില്ലയോ? also a hedge around his household, അവന്റെ വീടിന് ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? and everything he has? അതുപോലെ അവനുള്ള സകലതിന് I am ചുറ്റും not able to touch him. എനിക്ക് അവനെ തൊടുവാൻ കഴിയുന്നില്ല. I am not able to touch him. എനിക്ക് അവനെ തൊടാനാവുന്നില്ല. Only blessings are coming to him. അവൻ അനുഗ്രഹങ്ങൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ. That will be how Satan will be crying regarding you. നിങ്ങളെക്കുറിച്ചും ഇപ്രകാരം പറഞ്ഞുകൊണ്ടാണ് സാത്താൻ നിലവിളിക്കുന്നത്. You are afraid of the devil. നിങ്ങൾ പിശാചിനെ ഭയപ്പെടുന്നു. Some people may be prophesying to you saying Satan is affecting you, brother. സഹോദര, സാത്താൻ നിങ്ങളെ ബാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ നിങ്ങളോട് പ്രവചിച്ചിരിക്കാം. Satan will affect, സാത്താൻ നിങ്ങളെ ബാധിക്കും. but he cannot penetrate through the hedge of peace that God is putting around you. എന്നാൽ ദൈവം നിങ്ങൾക്ക് ചുറ്റിലും കെട്ടിയിരിക്കുന്ന സമാധാനത്തിന്റെ വേലി മുറിച്ചു കടക്കുവാൻ അവന് സാധിക്കില്ല. Because Jesus is the Prince of Peace. കാരണം യേശു സമാധാനത്തിന്റെ പ്രഭുവാകുന്നു. He is around you. യേശു നിങ്ങൾക്ക് ചുറ്റിലുമുണ്ട്. Troubles may come, നിങ്ങൾക്ക് പ്രശ്നങ്ങൾ നേരിട്ടേക്കാം, tribulations may come, കഷ്ടങ്ങൾ ഉണ്ടായേക്കാം, Satan may come, സാത്താൻ നിങ്ങളെ തേടി but വന്നേക്കാം. God has put a wall of fire around you. എന്നാൽ ദൈവം നിങ്ങൾക്ക് ചുറ്റിലും തീമതിൽ കെട്ടുന്നു. Zechariah 2 and verse 5. സെഖര്യാവ് 2:5 There will be divine protection. നിങ്ങൾക്ക് സ്വർഗീയ സംരക്ഷണം ഉണ്ടാകും. And this peace ഈ സമാധാനം will make you enjoy the finest of wheat. മേത്തരമായ കോതമ്പ് ആസ്വദിക്കുവാൻ നിങ്ങളെ പ്രാപ്തരാക്കും. Psalm 147 and verse 14. സങ്കീർത്തനങ്ങൾ 147:14. Every provision will come. നിങ്ങൾക്ക് സകലതും ലഭിക്കും. Because 2 Corinthians 8 and verse 9 says, കാരണം 2 കൊരിന്ത്യർ 8:9 പറയുന്നു, Jesus was so rich, യേശു സമ്പന്നനായിരുന്നു, yet he became so poor.
എന്നിട്ടും പരമദരിദ്രനായി that തീർന്നു. through his poverty you and I can be made rich. യേശുവിന്റെ ദാരിദ്ര്യ മുഖാന്തരം നിങ്ങൾക്കും എനിക്കും സമ്പന്നരായി തീരുവാൻ സാധിക്കുന്നു. Jesus paid the price for poverty. നിങ്ങളുടെ ദാരിദ്ര്യത്തിനുള്ള വില യേശു നൽകി. Jesus paid the price for your joblessness. നിങ്ങളുടെ ജോലി ഇല്ലായ്മയ്ക്കുള്ള വില യേശു നൽകി. Jesus paid the price for your family problems. നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾക്കുള്ള വില യേശു നൽകി കഴിഞ്ഞു. Jesus paid the price for your losses. നിങ്ങളുടെ നഷ്ടങ്ങൾക്കുള്ള വില യേശു നൽകി. Jesus paid the price for the deceptions of the people. ജനങ്ങളുടെ വഞ്ചനയ്ക്കുള്ള വില യേശു നൽകി കഴിഞ്ഞു. And so you will have peace. അതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും. Your home, your life will be bordered by നിങ്ങളുടെ peace. ഭവനത്തിനും ജീവിതത്തിനും ചുറ്റിലും സമാധാനമെന്ന അതിർ ഉണ്ടായിരിക്കും. The peace of Jesus. യേശുവിന്റെ സമാധാനമെന്ന അതിർ. And everything that you do will prosper. നിങ്ങൾ ചെയ്യുന്ന സകലതും അഭിവൃദ്ധി പ്രാപിക്കും. Because through the peace, കാരണം സമാധാനം മുഖാന്തരം you will know the mind of Christ. നിങ്ങൾ ക്രിസ്തുവിന്റെ മനസ്സ് അറിയും. The Holy Spirit will speak to you. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയും, This is the way. ഇതാകുന്നു വഴി. Walk in it, my son. മകനെ ഈ വഴിയിലൂടെ പോകൂ. Walk in it, my daughter. മകളെ ഈ വഴിയിലൂടെ നടക്കൂ. That's why God fills us with the Holy Spirit. അതിനുവേണ്ടിയാണ് ദൈവം പരിശുദ്ധാത്മാവിനാൽ നമ്മെ And നിറയ്ക്കുന്നത്. the Spirit of God is peace. ദൈവത്തിന്റെ ആത്മാവ് സമാധാനമാകുന്നു. When He comes, അവൻ വരുമ്പോൾ you will prophesy to yourself. നിങ്ങൾ നിങ്ങളോട് തന്നെ പ്രവചിക്കും. You will know which job to ഏത് ജോലി take, തിരഞ്ഞെടുക്കണമെന്ന് whom നിങ്ങൾക്കറിയാനാകും. to marry, ആരെ വിവാഹം what കഴിക്കണമെന്ന്, ministry to do, ഏത് ശുശ്രൂഷ ചെയ്യണമെന്ന്, where you should go, എവിടേക്ക് പോകണമെന്ന്, how you should take care of your children. എങ്ങനെ മക്കളെ പരിപാലിക്കണമെന്ന്. Every day He wakes me up at 3 o'clock in the morning എന്നും രാവിലെ 3 മണിക്ക് ദൈവം എന്നെ ഉണർത്തുന്നു. as I read the ഞാൻ Bible. ദൈവത്തിന്റെ വചനം വായിച്ചുകൊണ്ടിരിക്കുന്നു. That's how you hear the voice of God. അങ്ങനെയാണ് നിങ്ങൾ ദൈവത്തിന്റെ സ്വരം That's കേൾക്കുന്നത്. how your weaknesses are washed away through the word that you read in the morning. അങ്ങനെയാണ് നിങ്ങൾ വായിക്കുന്ന വചനം മുഖാന്തരം നിങ്ങളുടെ ബലഹീനതകൾ തുടച്ചു മാറ്റപ്പെടുന്നത്. And then the Holy Spirit connects you with the heart of പിന്നീട് God. പരിശുദ്ധാത്മാവ് നിങ്ങളെ ദൈവത്തിന്റെ ഹൃദയവുമായി ബന്ധിപ്പിക്കുന്നു. He will tell you what you should do that അന്ന് day, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആത്മാവ് നിങ്ങൾക്ക് പറഞ്ഞു what തരും. you should study, നിങ്ങൾ എന്ത് പഠിക്കണമെന്ന്, what work you should do. നിങ്ങൾ എന്ത് ജോലി ചെയ്യണമെന്ന്, Will tell you what to do that day. അന്ന് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും. Yes, He will not talk to you after 2 അതെ, months. 2 മാസങ്ങൾക്ക് ശേഷമല്ല ദൈവം നിങ്ങളോട് സംസാരിക്കുക. Every day His grace is sufficient. ദിനംതോറും ദൈവത്തിന്റെ കൃപ നിങ്ങൾക്ക് His മതിയാകും. mercies are new every morning. ദൈവത്തിന്റെ ദയ രാവിലെ തോറും പുതിയതാകുന്നു. The finest blessing മേത്തരമായ അനുഗ്രഹങ്ങൾ God has for you, ദൈവം നിങ്ങൾക്കായി ഒരുക്കി. provided you obey what He അത് speaks. ലഭിക്കണമെങ്കിൽ നിങ്ങൾ ദൈവം പറയുന്നത് അനുസരിക്കണമെന്ന് മാത്രം. Don't look at the phone, look at the shots and എപ്പോഴും മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കരുത്. all the YouTube rubbish in the morning. പ്രഭാതത്തിൽ യൂട്യൂബിലെ ഷോർട്സ് അതുപോലെയുള്ള അനാവശ്യ കാര്യങ്ങൾ മാത്രം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കരുത്. Look at the news of Jesus Christ. നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ വാർത്തകൾ കേൾക്കുവിൻ. And look at the news about yourself which Jesus Christ will talk യേശു to you നിങ്ങളോട് പറയുന്ന വാർത്തകളെ കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിക്കുവിൻ. through the Bible, വേദപുസ്തകത്തിലൂടെ, through the Word of God. ദൈവവചനത്തിലൂടെ. That opens your heart to hear the voice of the Holy അത് Spirit. പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കത്തക്കവണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുന്നു. You just do നിങ്ങൾ it. അത് ചെയ്യുവിൻ. As Nike shoe company says, just do it. നൈക്കി ഷൂ കമ്പനി പറയുന്നത് പോലെ നിങ്ങൾ അത് ചെയ്യുവിൻ. Wear my shoes and jump, you will jump higher, it says. എന്റെ ഷൂസ് ധരിച്ച് നിങ്ങൾ ചാടുവിൻ, നിങ്ങൾക്ക് ഉയരത്തിൽ ചാടുവാൻ കഴിയും. I have tried all the shoes, but I have never been able to jump. ഞാൻ അതെല്ലാം ശ്രമിച്ചിട്ടുണ്ട്, എന്നാൽ എനിക്ക് അതൊന്നും ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല. But God will make you jump higher, എന്നാൽ ഉയരത്തിൽ ചാടുവാൻ ദൈവം നിങ്ങളെ higher പ്രാപ്തനാക്കും. than the devil, പിശാചിനേക്കാൾ ഉയരത്തിൽ, higher than your ability നിങ്ങൾക്ക് കഴിയുന്നതിനേക്കാൾ ഉയരത്തിൽ to fulfill the will of God. ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്നത് You will be more than a conqueror. നിങ്ങൾ പൂർണ്ണജയം പ്രാപിച്ചവരായി തീരും. Yes, He will fill you with that peace. അതെ, ആ സമാധാനത്താൽ ദൈവം നിങ്ങളെ നിറയ്ക്കും. Hear the voice of God, ദൈവത്തിന്റെ സ്വരം കേൾക്കുവാൻ, and also to build God's kingdom. കൂടാതെ ദൈവത്തിന്റെ രാജ്യം പടുത്തുയർത്തുവാൻ. Yes, Solomon prayed, അതെ, ശലോമോൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, give me wisdom, എനിക്ക് ജ്ഞാനം നൽകണമേ, give me wisdom. എനിക്ക് ജ്ഞാനം നൽകണമേ. I have to carry all these ഈ people. ജനങ്ങളെയെല്ലാം ഞാൻ നടത്തേണ്ടതുണ്ട്. My dear young എന്റെ man, പ്രിയപ്പെട്ട യുവാവേ, young woman, യുവതി, do you say nobody respects ആരും എന്നെ you? ബഹുമാനിക്കുന്നില്ലെന്ന് നിങ്ങൾ Do പറയുകയാണ്. you say you have no power to rise up? ഉയർച്ച പ്രാപിക്കുവാൻ ശക്തിയില്ലെന്ന് പറയുകയാണ്. Look to Jesus. യേശുവിങ്കിലേക്ക് നോക്കുവിൻ, Tell Him, പറയുവിൻ, Master, യജമാനനെ, I must be a blessing to the 140 crores of people in this ഈ nation. രാജ്യത്തെ 140 കോടി ജനങ്ങൾക്ക് ഞാൻ ഒരു അനുഗ്രഹമായി തീരണം. I am carrying the name of Jesus. ഞാൻ യേശുവിന്റെ നാമം വഹിക്കുന്നു. I must be a blessing to the 140 crores. ഞാൻ 140 കോടി ജനങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറണം. And Jesus will speak. അപ്പോൾ യേശു സംസാരിക്കും.
How? എങ്ങനെ How? എങ്ങനെ Your own soul നിങ്ങളുടെ സ്വന്തം ആത്മാവിലൂടെ and your work. നിങ്ങളുടെ വാക്കുകളിലൂടെ He will tell you what to do. എന്ത് ചെയ്യണമെന്ന് യേശു പറഞ്ഞു തരും. Just do it. നിങ്ങൾ അത് ചെയ്യുവിൻ. Just do what Jesus said. യേശു പറയുന്നത് നിങ്ങൾ ചെയ്യുവിൻ. Just do what Jesus said. യേശു പറയുന്നത് ചെയ്യുവിൻ. God will make you rise up to അപ്പോൾ great heights. ഉന്നതങ്ങളിലേക്ക് ഉയരുവാൻ ദൈവം നിങ്ങളെ പ്രാപ്തരാക്കും. Businesses will come. ബിസിനസ്സുകൾ നിങ്ങളെ തേടി വരും. Professional blessing will come. പ്രൊഫഷണൽ അനുഗ്രഹങ്ങൾ, Anointing of the Holy Spirit to bring miracles in the name of Jesus will come. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും തേടി വരും. Kings will come. രാജാക്കന്മാർ നിങ്ങളെ തേടി വരും. Prophetic word will come. പ്രവാചക ദൂതുകളും And you can be a blessing to millions. ദശലക്ഷങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ നിങ്ങൾക്ക് കഴിയും. Solomon said, "Give me this wisdom, Lord." ശലോമോൻ പറഞ്ഞു, ഈ ജ്ഞാനം എനിക്ക് നൽകണമേ. God gave him riches, ദൈവം അവന് സമ്പത്തും നൽകി, favor of all the സകല kings. രാജാക്കന്മാരുടെയും പ്രീതിയും. And he said, അവൻ പറഞ്ഞു, "I have peace around me. എനിക്ക് ചുറ്റിലും സമാധാനമുണ്ട്. Now I will build God's ഇപ്പോൾ kingdom, ഞാൻ ദൈവരാജ്യം പടുത്തുയർത്തും. God's temple. ദൈവത്തിന്റെ ആലയം. Not only you will be built as God's നിങ്ങൾ temple, ദൈവത്തിന്റെ ആലയമായി പണിയപ്പെടുക മാത്രമല്ല, you will build God's temple for the നിങ്ങൾ nation. ജാതികൾക്ക് വേണ്ടി ദൈവത്തിന്റെ ആലയം പണിയുകയും You'll ചെയ്യും. build millions of people as God's temple ദശലക്ഷങ്ങളെ നിങ്ങൾ ദൈവത്തിന്റെ ആലയമായി through the പണിതുയർത്തും. peace God gives, ദൈവം നൽകുന്ന സമാധാനത്തിലൂടെ which will bring the wisdom of God. അത് ദൈവജ്ഞാനം നിങ്ങൾക്ക് നൽകും. Right now, ഇപ്പോൾ the same Spirit of God is coming upon you. ദൈവത്തിന്റെ അതേ ആത്മാവ് നിങ്ങളുടെ മേൽ വരുന്നു. He's ready to come into you. അത് നിങ്ങളിലേക്ക് വരാൻ തയ്യാറായിരിക്കുന്നു. There was a little girl ഒരു കൊച്ചു പെൺകുട്ടി ഉണ്ടായിരുന്നു. who used to be angry all the time. അവൾക്ക് എപ്പോഴും ദേഷ്യം വരും. So wherever she went to work in the house, അതുകൊണ്ട് ജോലി ചെയ്യുവാൻ അവൾ എവിടേക്ക് ചെന്നാലും she was a maid. അവൾ ഒരു വീട്ടുവേലക്കാരിയായിരുന്നു. Because of the anger, she'll break the cups. ദേഷ്യം കൊണ്ട് അവൾ പാത്രങ്ങൾ എറിഞ്ഞുടയ്ക്കും. She'll get dismissed. അതോടെ അവളുടെ ജോലിയും പോകും. But then എന്നാൽ one day she became angry about herself. ഒരു ദിവസം അവൾക്ക് അവളോട് തന്നെ ദേഷ്യം തോന്നി. She said, "How long I'm going to be അവൾ like?" സ്വയം ചോദിച്ചു, എത്ര കാലം ഞാൻ ഇങ്ങനെ And she ജീവിക്കും? just said, അവൾ പറഞ്ഞു, "Jesus help me. യേശുവേ എന്നെ സഹായിക്കണമേ, Jesus help me." യേശുവേ എന്നെ സഹായിക്കണമേ. And the Holy Spirit came upon her. പരിശുദ്ധാത്മാവ് അവളുടെ മേൽ വന്നു. Yes, the Lord said, in the last day, tonight, the Holy Spirit will come upon everybody. അതെ, ദൈവം പറഞ്ഞു, ഇന്ന് രാത്രി അന്ത്യകാലത്ത് എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വരും. And your sons and daughters will prophesy. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. And the Spirit of God filled her. ദൈവത്തിന്റെ ആത്മാവ് അവളെ നിറച്ചു. Peace came into her heart. ദൈവ സമാധാനം അവളുടെ ഹൃദയത്തിലേക്ക് വന്നു. And her life changed. അവളുടെ ജീവിതം She രൂപാന്തരപ്പെട്ടു. was working in a home. അവൾ ഒരു വീട്ടിൽ പണി ചെയ്യുകയായിരുന്നു. When she would go to give coffee to the visitor, അവൾ സന്ദർശകർക്ക് കാപ്പി കൊടുക്കുവാൻ പോകുമ്പോൾ the Spirit of God would open her spirit. ദൈവാത്മാവ് അവളുടെ ആത്മാവിനെ തുറക്കും. She would know the life of everyone who has ആ come there. സന്ദർശകരുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളും അവൾക്ക് മനസ്സിലാക്കാൻ. While giving coffee, she will tell them, കാപ്പി കൊടുക്കുമ്പോൾ അവർ അവരോട് പറയും, "Ma'am, മാം, this is your problem in life." നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നം The ഇതാണ്. Holy Spirit said, പരിശുദ്ധാത്മാവ് പറയുന്നു, "Jesus will help you." യേശു നിങ്ങളെ സഹായിക്കും. Sir, സർ, you are caught up in a fix. നിങ്ങൾ ഒരു ആശയക്കുഴപ്പത്തിൽ അകപ്പെട്ടിരിക്കുന്നു. Now do this. ഇപ്പോൾ ഈ കാര്യം ചെയ്യൂ. Jesus will help you. യേശു നിങ്ങളെ സഹായിക്കും. They were amazed. അത് കേൾക്കുമ്പോൾ അവർ The വിസ്മയിച്ചു. mayor came running. പിന്നീട് മേയർ ഓടി വന്നു. Police chief came running പോലീസ് ചീഫ് ഓടി വന്നു. to hear the voice of God from this servant ഈ girl. വേലക്കാരിയിൽ നിന്ന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നതിനെ. And when she died, അവൾ മരിച്ചപ്പോൾ everyone wanted to carry her body. എല്ലാവരും ആ മൃതശരീരം ചുമക്കുവാൻ അത്യധികം The ആഗ്രഹിച്ചു. mayor carried her body. മേയർ ആ ശരീരം വഹിച്ചു. Police chief carried her body. അതുപോലെ പോലീസ് ചീഫും. They all said, അവർ എല്ലാവരും പറഞ്ഞു, "This is not Anne. ഇത് വെറും ആനല്ല, This is holy Anne. ഇത് വിശുദ്ധ ആനാണ്. Holy Anne. വിശുദ്ധ ആനാണ്. The temple of the living God." ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയം. Tonight you can be that ഇന്ന് person. നിങ്ങൾക്ക് ആ വ്യക്തിയായി തീരുവാൻ കഴിയും. My dear young people, എന്റെ യുവജനങ്ങളെ, tonight you can be that ഇന്ന് person. നിങ്ങൾക്ക് ആ വ്യക്തിയാകുവാൻ കഴിയും. Jesus wants to lift you up. നിങ്ങളെ ഉയർത്തുവാൻ യേശു ആഗ്രഹിക്കുന്നു. Do not be afraid. നിങ്ങൾ ഭയപ്പെടേണ്ട. Now the Holy Spirit will come upon you. ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. You will receive power. നിങ്ങൾ ശക്തി പ്രാപിക്കും. Power to be his witness in this nation. ഈ ദേശത്ത് യേശുവിന്റെ സാക്ഷിയായി തീരുവാനുള്ള ശക്തി. How many of you are below 30 years? നിങ്ങളിൽ എത്ര പേർ 30 വയസ്സിന് താഴെയുള്ളവരാണ്? Would you stand up wherever you are? നിങ്ങൾ എവിടെയാണെങ്കിലും എഴുന്നേറ്റ് നിൽക്കുമോ? Now I'm going to request my son Samuel to pray. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ എന്റെ മകനോട് ആവശ്യപ്പെടുന്നു. So many young people. നിരവധി യുവജനങ്ങൾ ഇവിടെയുണ്ട്. Now God is going to lift you up. Do you believe that? ഇപ്പോൾ ദൈവം നിങ്ങളെ ഉയർത്തുവാൻ പോകുന്നു. നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? You are going to rise up to high places in the nation. നിങ്ങൾ ഉന്നത സ്ഥാനങ്ങളിലേക്ക് ഉയരുവാൻ പോകുന്നു. Now the Spirit of God will come upon you. ഇപ്പോൾ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ വരും. Are you ready? നിങ്ങൾ തയ്യാറാണോ? How to receive him? എങ്ങനെ ആത്മാവിനെ പ്രാപിക്കാം? Just ask. യാചിക്കുവിൻ, Just ask. യാചിക്കുവിൻ.
Just ask. യാചിക്കുവിൻ. Close your eyes. Come on, look to Jesus now. കണ്ണുകൾ അടച്ച് യേശുവിങ്കിലേക്ക് നോക്കൂ. Wherever you are. നിങ്ങൾ എവിടെയാണെങ്കിലും Now the Holy Spirit of God will come upon അപ്പോൾ you. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. And even the parent, മാതാപിതാക്കളെ, you also need the Holy Spirit. നിങ്ങൾക്കും പരിശുദ്ധാത്മാവിനെ ആവശ്യമുണ്ട്. Then only you can guide your children correctly in life. എന്നാലേ മക്കളെ നേർവഴിയിലൂടെ നയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കൂ. Yes, you too cry wherever you are. അതെ, നിങ്ങളും ദൈവത്തോട് നിലവിളിക്കുവിൻ. Now the Spirit of God is coming. അപ്പോൾ ദൈവാത്മാവ് വരുന്നു. Thank you, Jesus. യേശുവേ, അങ്ങേക്ക് നന്ദി. My dear young friend, എന്റെ യുവ സ്നേഹിതന്മാരെ, this is your moment. നിങ്ങളുടെ സമയമാണ്. The Lord's hand is coming upon you. അവന്റെ കരം നിങ്ങളുടെ മേൽ വരുന്നു. Open your heart ഹൃദയം തുറക്കുവിൻ. and tell Him, Lord, കർത്താവിനോട് പറയുവിൻ, build my life, Lord. കർത്താവേ, എന്റെ ജീവിതത്തെ കെട്ടിപ്പണിയണമേ. Build my heart, Lord. എന്റെ ഹൃദയത്തെ കെട്ടിപ്പണിയണമേ. Build it with peace. സമാധാനത്താൽ കെട്ടിപ്പണിയണമേ. Build it with yourself. അങ്ങയാൽ കെട്ടിപ്പണിയണമേ. Let my body become the temple of your Holy Spirit. എന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായി തീരട്ടെ. Come into my heart, Lord Jesus. കർത്താവേ, എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വരണമേ. My life is in ruin. എന്റെ ജീവിതം നാശത്തിലാണ്. Lord, I'm not confident about anything. കർത്താവേ, യാതൊന്നിലും എനിക്ക് ആത്മവിശ്വാസമില്ല. I'm not confident about my future. എനിക്ക് എന്റെ ഭാവിയെക്കുറിച്ച് യാതൊരു ആത്മവിശ്വാസവുമില്ല. I'm shaking, Lord. കർത്താവേ, ഞാൻ കുലുങ്ങിപ്പോകുന്നു. Lord, I've received a bad name കർത്താവേ, എനിക്ക് ഒരു ദുഷ്പേര് ലഭിച്ചിരിക്കുന്നു. before my parents, എന്റെ മാതാപിതാക്കൾക്ക് മുൻപാകെ, in my school, എന്റെ സ്കൂളിലും, in my college, എന്റെ കോളേജിലും, in my workplace, എന്റെ ജോലി സ്ഥലത്തും, in society. സമൂഹത്തിലും. Lord, how long will my life be in the dump? കർത്താവേ, ഇനിയും എത്ര കാലം എന്റെ ജീവിതം കുപ്പയിലായിരിക്കും? Tell Him, I need you, Jesus. യേശുവേ, എനിക്ക് അങ്ങയെ ആവശ്യമുണ്ട്. I need you to be the cornerstone of my life. അങ്ങ് എന്റെ ജീവിതത്തിന്റെ മൂലക്കല്ലായി തീരണം. Come and change my life, Lord. കർത്താവേ, അങ്ങ് വന്ന് എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണം. I need you, Holy Spirit. പരിശുദ്ധാത്മാവേ, എനിക്ക് അങ്ങയെ വേണം. Ask Him right now. അപ്പോൾ കർത്താവിനോട് The Lord യാചിക്കുവിൻ. is laying His hands upon every young person, കർത്താവ് തന്റെ കരം എല്ലാ യുവജനങ്ങളുടെ മേലും വെക്കുന്നു. every little child. എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും. He is giving you His best gift കർത്താവ് ഏറ്റവും നല്ല ദാനങ്ങൾ നിങ്ങൾക്ക് to നൽകുന്നു. be your friend, നിങ്ങളുടെ സ്നേഹിതനായി തീരുന്നത് the Holy Spirit. പരിശുദ്ധാത്മാവ്. The Holy Spirit. പരിശുദ്ധാത്മാവ് He is coming upon you right now. ഇപ്പോൾ നിങ്ങളുടെ മേൽ വരുന്നു. Right now. ഇപ്പോൾ Receive. ആത്മാവിനെ പ്രാപിക്കുവിൻ. Receive. ആത്മാവിനെ പ്രാപിക്കുവിൻ. Receive the Holy Spirit. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവിൻ. He is coming in like a flood. ജലപ്രവാഹം പോലെ ആത്മാവ് നിങ്ങളിലേക്ക് വരുന്നു. Receive the joy of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ സന്തോഷം പ്രാപിക്കുവിൻ. He is coming in. ആത്മാവ് നിങ്ങളിലേക്ക് Clap വരുന്നു. your hands and receive Him. കരഘോഷം മുഴക്കി ആത്മാവിനെ പ്രാപിക്കുവിൻ. Open your mouth and praise Him. വായ് തുറന്ന് ദൈവത്തെ സ്തുതിക്കുവിൻ. Thank you, Lord, for coming in. കർത്താവ്, എന്നിലേക്ക് വരുന്നതിന് നന്ദി. I receive you. ഞാൻ അങ്ങയെ സ്വീകരിക്കുന്നു. I receive you. ഞാൻ അങ്ങയെ സ്വീകരിക്കുന്നു. Thank you, Lord. കർത്താവേ, നന്ദി. You're touching every young person. അങ്ങ് എല്ലാ യുവജനങ്ങളെയും സ്പർശിക്കുന്നു. Abundantly fill them with your presence. അങ്ങയുടെ സാന്നിധ്യത്താൽ അവരെ സമൃദ്ധിയായി നിറയ്ക്കണമേ. Fill them with your anointing. അങ്ങയുടെ അഭിഷേകത്താൽ അവരെ നിറയ്ക്കണമേ. Yes, the oil of anointing is being poured upon every young person. അഭിഷേക തൈലം എല്ലാ യുവജനങ്ങളുടെ മേലും ചൊരിയപ്പെടുന്നു. You will not be ordinary anymore. നിങ്ങൾ ഇനി സാധാരണക്കാരായിരിക്കില്ല. God's grace is coming upon you. ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ വരുന്നു. He wants you to rise up and shine for His name. ദൈവനാമ മഹത്വത്തിനായി എഴുന്നേറ്റ് പ്രകാശിക്കണമെന്ന് ദൈവം His ആഗ്രഹിക്കുന്നു. grace is coming to build your നിങ്ങളുടെ life. ജീവിതത്തെ കെട്ടിപ്പണിയുവാൻ ദൈവകൃപ നിങ്ങളുടെ മേൽ Upon വരുന്നു. Him your life will be built. ദൈവം എന്ന അടിസ്ഥാനത്തിന്മേൽ നിങ്ങളുടെ ജീവിതം Built കെട്ടിപ്പണിയപ്പെടും. upon Him your life will prosper. അപ്പോൾ നിങ്ങളുടെ ജീവിതം അഭിവൃദ്ധി പ്രാപിക്കും. Now that oil of anointing is being poured upon you. അഭിഷേക തൈലം നിങ്ങളുടെ മേൽ ചൊരിയപ്പെടും. Receive the Holy Spirit. പരിശുദ്ധാത്മാവിനെ It's പ്രാപിക്കുവിൻ. flowing. ആത്മാവ് നിങ്ങളിലേക്ക് വരുന്നു. Flowing. നിങ്ങളിലേക്ക് വരുന്നു. New joy is coming. പുതിയ സന്തോഷം നിങ്ങളിലേക്ക് വരുന്നു. Peace that passeth all understanding is coming. സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം. Thank you, Jesus. യേശുവേ, നന്ദി. Thank Him. യേശുവിനോട് നന്ദി Every പറയുവിൻ. evil power is leaving. ശക്തികളെല്ലാം നിങ്ങളെ വിട്ടു Every പോകുന്നു. evil plan is സകല failing. പൈശാചിക പദ്ധതികളും പരാജയപ്പെടുന്നു. Jesus is rising up in your heart. യേശു നിങ്ങളുടെ ഹൃദയത്തിൽ ഉണർന്ന്
എഴുന്നേൽക്കുന്നു. strengthening you and removing നിങ്ങളെ depression. ബലപ്പെടുത്തി നിങ്ങളിൽ നിന്ന് വിഷാദത്തെ പിഴുതെറിയുന്നു. He will be your courage. കർത്താവ് നിങ്ങളുടെ ധൈര്യമായിരിക്കും. He will roar like a lion inside of you. കർത്താവ് നിങ്ങൾക്കുള്ളിൽ സിംഹത്തെ പോലെ ഗർജിക്കും. Every talent will shine. സകല താലന്തുകളും ശോഭിക്കും. His wisdom will shine through you. ദൈവത്തിന്റെ ജ്ഞാനം നിങ്ങളിലൂടെ പ്രകാശിക്കും. From this moment, ഈ നിമിഷം മുതൽ from this ഈ moment, നിമിഷം മുതൽ His power will move through you. ദൈവശക്തി നിങ്ങളിലൂടെ പ്രവഹിക്കും. Thank the Holy Spirit. പരിശുദ്ധാത്മാവിനോട് നന്ദി For പറയുന്നു. right now He's filling you ഇപ്പോൾ ആത്മാവ് നിങ്ങളെ നിറയ്ക്കുന്നു. to use you in a powerful നിങ്ങളെ measure. അതിശക്തമായി ഉപയോഗിക്കുന്നതിന് Medals are coming. മെഡലുകൾ നിങ്ങളെ തേടി വരുന്നു. Awards are coming. അവാർഡുകൾ നിങ്ങളെ തേടി വരുന്നു. Promotion after promotion is coming. ഒന്നൊന്നായി പ്രൊമോഷനുകൾ നിങ്ങളെ തേടി വരുന്നു. You are becoming God's businessman. നിങ്ങൾ ദൈവത്തിന്റെ ബിസിനസ്മാനായി തീരുവാൻ You പോകുന്നു. are becoming God's teacher. നിങ്ങൾ ദൈവിക അധ്യാപകനായി തീരുവാൻ പോകുന്നു. You are becoming godly young person. നിങ്ങൾ ദൈവഭയമുള്ള യുവാവായി തീരുന്നു. God's servant. ദൈവത്തിന്റെ ദാസനായി തീരുന്നു. Receive that grace right now to shine. ജീവിതത്തിൽ പ്രകാശിക്കുന്നതിനുള്ള കൃപ പ്രാപിക്കുക. Rise up in them, Holy Spirit. പരിശുദ്ധാത്മാവെ അവർക്കുള്ളിൽ എഴുന്നേൽക്കണം. Right now take hold of their tongue. ഇപ്പോൾ അവരുടെ നാവിന്റെ നിയന്ത്രണം ഏറ്റെടുക്കണം. Let them speak in heavenly languages. അവർ സ്വർഗീയ ഭാഷകളിൽ സംസാരിക്കട്ടെ. Allow the Holy Spirit to move in your heart. നിങ്ങളിലൂടെ പ്രവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവിനെ He അനുവദിക്കുക. is coming like a flood. പോലെ ആത്മാവ് നിങ്ങളിലേക്ക് Fill വരുന്നു. Lord. കർത്താവേ നിറയ്ക്കണമേ, Fill Lord. നിറയ്ക്കണമേ, Fill Lord. നിറയ്ക്കണമേ. Let the fire of the Holy Spirit move upon the young people. പരിശുദ്ധാത്മാവിന്റെ അഗ്നി യുവജനങ്ങളുടെ മേൽ വന്ന് ആവസിക്കട്ടെ. Every young heart is അവരുടെ receiving. ഹൃദയങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നു. Glorify the Father. പിതാവിനെ മഹത്വപ്പെടുത്തുവിൻ. He's coming in right now, പിതാവ് നിങ്ങളിലേക്ക് വരുന്നു. giving you a new language. നിങ്ങൾക്ക് പുതിയൊരു ഭാഷ നൽകുന്നു. Yes, speak with unknown tongue. അതെ, അന്യ ഭാഷകളിൽ സംസാരിക്കുവിൻ. Speak under the power of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ സംസാരിക്കുവിൻ. Speak the glory of God ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ച് and praise Him. ദൈവത്തെ സ്തുതിക്കുവിൻ. Be lost in His presence. ദൈവ സാന്നിധ്യത്തിൽ മുഴുകുവിൻ. No more fear. ഇനി ഭയമില്ല. No more affected by the devil. ഇനി പിശാചിന്റെ ആക്രമണമില്ല. No more temptation. ഇനി പ്രലോഭനങ്ങളില്ല. No more addiction. ഇനി ദുശീലങ്ങളില്ല. Receive a new spirit from God. ദൈവത്തിൽ നിന്നുള്ള പുതിയ ആത്മാവിനെ പ്രാപിക്കുവിൻ. He's taking hold of your ദൈവം life, നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം building ഏറ്റെടുക്കുന്നു. you into a great നിങ്ങളെ person. ഒരു ശ്രേഷ്ഠ വ്യക്തിത്വമായി രൂപപ്പെടുത്തുന്നു. Rise up to the highest level. അത്യുന്നതമായ തലങ്ങളിലേക്ക് ഉയരുവിൻ. He's giving you great ambition. കർത്താവ് നിങ്ങൾക്ക് വലിയ ആഗ്രഹങ്ങൾ നൽകുന്നു. Zeal for the Lord. ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനുള്ള As താല്പര്യം. David said, ദാവീദ് പറഞ്ഞതുപോലെ I come in the name of ഞാൻ God. ദൈവനാമത്തിൽ വരുന്നു. You will fall before me. നീ എനിക്ക് മുൻപാകെ വീണുപോകും. Make your children your mighty കർത്താവേ, warriors, അങ്ങയുടെ മക്കളെ Lord. പരാക്രമശാലികളാക്കി മാറ്റണം. Right in their studies, പഠനത്തിലും right in their work, അതുപോലെ ജോലിയിലും right in their business, അതുപോലെ ബിസിനസ്സിലും right in their talent. അതുപോലെ കഴിവുകളിലും Let them make them extraordinary, Holy Spirit. പരിശുദ്ധാത്മാവെ അവരെ അസാധാരണക്കാരാക്കി മാറ്റണമേ. It will be no more you, ഇനി ജീവിക്കുന്നത് നിങ്ങളല്ല, but the Holy Spirit operating through you. പരിശുദ്ധാത്മാവാണ് നിങ്ങളിലൂടെ പ്രവർത്തിക്കുന്നത്. Give God the glory. ദൈവത്തിന് മഹത്വം കരേറ്റുക. He is giving you a bright future. ദൈവം നിങ്ങൾക്ക് ശോഭനമായ ഭാവി Your നൽകുന്നു. destiny has been taken control by God. നിങ്ങളുടെ ഭാഗധേയം ദൈവത്തിന്റെ Do നിയന്ത്രണത്തിലാണ്. not fear, my young friend. യുവജനങ്ങളെ നിങ്ങൾ ഭയപ്പെടേണ്ട. Praise Him. ദൈവത്തെ സ്തുതിക്കുവിൻ. Praise Him. ദൈവത്തെ സ്തുതിക്കുവിൻ. Praise the Lord. ദൈവത്തിന് സ്തുതി. Thank you, Jesus. യേശുവേ നന്ദി. Thank you, wonderful Holy Spirit. പരിശുദ്ധാത്മാവേ The നന്ദി. Holy Spirit is telling me, പരിശുദ്ധാത്മാവിനോട് പറയുന്നു, many of you long to serve the Lord. നിങ്ങളിൽ അനേകർ ദൈവത്തെ സേവിക്കുവാൻ ആശിക്കുന്നു. Solomon built the temple of God സലോമോൻ ദൈവത്തിന്റെ ആലയം for പണിതുയർത്തി all nations. സകല ജാതികൾക്കും വേണ്ടി. You can be the temple of God to build God's temple for our nation. ദൈവത്തിന്റെ ആലയങ്ങളെ പടുത്തുയർത്തുന്ന ദൈവാലയങ്ങളായി മാറുവാൻ നിങ്ങൾക്ക് കഴിയും. God wants to do signs, wonders and miracles in the name of Jesus through you. യേശുവിന്റെ നാമത്തിൽ നിങ്ങളിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകണമെന്ന് ദൈവം How ആഗ്രഹിക്കുന്നു. many of you want to be the prophet of the living God? നിങ്ങളിൽ എത്ര പേർ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവാചകന്മാരാകുവാൻ Would you ആഗ്രഹിക്കുന്നു? raise your hands right now? നിങ്ങൾ ഇപ്പോൾ കരങ്ങൾ ഉയർത്തുവിൻ. I'm going to pray that grace upon you right now in the name of ഇപ്പോൾ Jesus. ആ കൃപ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ മേൽ വരുന്നതിനായി ഞാൻ പ്രാർത്ഥിക്കട്ടെ. Tell him, Lord, make me a prophet. പറയുവിൻ, കർത്താവേ എന്നെ ഒരു പ്രവാചകനാക്കി I
want to hear your voice. എനിക്ക് അങ്ങയുടെ ശബ്ദം കേൾക്കണം. Make me a prophetess. എന്നെ ഒരു പ്രവാചകനാക്കണമേ. I want to do your will. എനിക്ക് അങ്ങയുടെ ഹിതം ചെയ്യണം. I want to build your kingdom in our nation. എനിക്ക് അങ്ങയുടെ രാജ്യം പടുത്തുയർത്തണം. Raise your hands to Jesus. യേശുവിങ്കിലേക്ക് കരങ്ങൾ ഉയർത്തുക. Let his hands come and hold you യേശു now. തന്റെ കരങ്ങളാൽ നിങ്ങളുടെ കരം പിടിക്കട്ടെ. Lift you into the supernatural. പ്രകൃത്യാതീതമായ തലങ്ങളിലേക്ക് ഉയർത്തട്ടെ. You are rising up into the supernatural പ്രകൃത്യാതീതമായ തലങ്ങളിലേക്ക് ഉയരുന്നു. and be more than a conqueror in the natural. നിങ്ങൾ സ്വാഭാവികമായും പൂർണ്ണജയം പ്രാപിച്ചവരായി തീരുന്നു. Lord, hold these hands. കർത്താവേ, ഈ കരങ്ങളെ പിടിക്കണമേ. Hold these hands കരങ്ങളെ മുറുകെ പിടിക്കണമേ. and become one with your spirit. അവരോട് ഏകാത്മാവായി തീരണമേ. He that is joined with the Lord is one spirit with the Lord. കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി Now ഏകാത്മാവാകുന്നു. the prophetical anointing, let it flow in the life of ഇപ്പോൾ everyone. പ്രവാചക അഭിഷേകം എല്ലാവരുടെയും ജീവിതത്തിലേക്ക് പാഞ്ഞു ചെല്ലട്ടെ. Let them have a close communion with you, Lord. അവർ അങ്ങയോട് അടുത്ത് ജീവിക്കട്ടെ. Let everybody know Jesus. എല്ലാവരും യേശുവിനെ അറിയട്ടെ. Hear the voice through the Holy Spirit. പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്വരം കേൾക്കട്ടെ. Now let that grace ഇപ്പോൾ come. ആ കൃപ അവരുടെ മേൽ വരട്ടെ. Come upon everybody. എല്ലാവരുടെ മേലും വരട്ടെ. Cry, cry, cry. നിലവിളിക്കുവിൻ, നിലവിളിക്കുവിൻ. Tell him, without the Holy Spirit's voice, I cannot live, Lord. അറിയുവിൻ, പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കാതെ എനിക്ക് Make me ജീവിക്കാനാവില്ല. a prophet. എന്നെ പ്രവാചകനാക്കണമേ. Make me a prophetess. എന്നെ ഒരു പ്രവാചകയാക്കണമേ. Right now, the Holy Spirit is coming. ഇപ്പോൾ പരിശുദ്ധാത്മാവ് വരുന്നു. Opening your eyes. നിങ്ങളുടെ കണ്ണുകളെ തുറക്കുന്നു. Opening your spirit. നിങ്ങളുടെ ആത്മാവിനെ തുറക്കുന്നു. Miracles are happening. അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. Your spirit and God's spirit is becoming നിങ്ങളുടെ one. ആത്മാവും ദൈവത്തിന്റെ ആത്മാവും ഒന്നായി തീരുന്നു. Praise Him. ദൈവത്തെ സ്തുതിക്കുന്നു. Everybody raise your hands and praise Him. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുന്നു. Praise Him. സ്തുതിക്കുവിൻ. Praise Him. സ്തുതിക്കുവിൻ. Praise Him. സ്തുതിക്കുവിൻ. You're becoming the temple of the living God. നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ ആലയമായി To തീരുന്നു. build the temple of God in the nation. രാജ്യത്തിൽ ദൈവത്തിന്റെ ആലയങ്ങളെ പണിതുയർത്തുന്നു. Lord, let the gifts of the Holy Spirit come upon everybody. കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ ഇവരുടെ മേൽ വന്ന് Fruit of ആവസിക്കട്ടെ. the Spirit come upon everybody. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും Let them be transformed into the image of Jesus. അവർ യേശുവിന്റെ പ്രതിമയായി രൂപാന്തരപ്പെടട്ടെ. Let the power of the Lord Jesus be manifest through them, Lord. യേശുവിന്റെ ശക്തി ഇവർ മുഖാന്തരം വെളിപ്പെടട്ടെ. Let them hear your അവർ voice. അങ്ങയുടെ ശബ്ദം കേൾക്കട്ടെ. Hear your voice. അങ്ങയുടെ ശബ്ദം കേൾക്കട്ടെ. Hear your അങ്ങയുടെ voice. ശബ്ദം കേൾക്കട്ടെ. Be led by your അങ്ങയുടെ voice. ശബ്ദത്താൽ വഴി നടത്തപ്പെടട്ടെ. Have the power to obey your voice in faith. വിശ്വാസത്തോടെ അങ്ങയുടെ സ്വരം അനുസരിക്കുവാനുള്ള കൃപ അവർക്ക് ലഭിക്കട്ടെ. To fulfill your will in our nation. അവർ അങ്ങയുടെ ഹിതം നിറവേറ്റട്ടെ. Thank you, Lord. Your grace is coming upon everybody. അങ്ങയുടെ കൃപ എല്ലാവരുടെ മേലും വന്ന് ആവസിക്കുന്നതിന് നന്ദി. Come on, rejoice. വരൂ, സന്തോഷിപ്പിൻ. Clap your hands and praise the കരഘോഷം Lord. മുഴക്കി ദൈവത്തെ സ്തുതിക്കുക. The grace is coming. ദൈവകൃപ ഇറങ്ങി The വരുന്നു. grace is coming. ദൈവകൃപ ഇറങ്ങി The വരുന്നു. grace is coming. ദൈവകൃപ ഇറങ്ങി Just വരുന്നു. praise the Lord. ദൈവത്തെ സ്തുതിക്കുവിൻ. Praise the Lord. ദൈവത്തെ സ്തുതിക്കുവിൻ. Finally, അവസാനം I'm going to request my wife, Sister Evangeline, to pray for all the family. എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ എന്റെ ഭാര്യയോട് ആവശ്യപ്പെടുന്നു. Every one of your family is important to Jesus. നിങ്ങൾ ഓരോരുത്തരുടെ കുടുംബവും യേശുവിനെ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. Now Jesus is going to be the head of your family and perfect everything in your home. ഇപ്പോൾ യേശു നിങ്ങളുടെ ഭവനത്തിന്റെ നാഥനായി തീരുവാൻ പോകുന്നു. കുടുംബത്തിലെ സകല ആവശ്യങ്ങളും നിറവേറ്റുവാൻ In പോകുന്നു. your home also there'll be borders of peace and He will satisfy you with the finest blessing. നിങ്ങളുടെ ഭവനത്തിലും സമാധാനത്തിന്റെ അതിരുകൾ ഉണ്ടാകും. മേത്രമായ കോതമ്പ് കൊണ്ട് യേശുക്രിസ്തു നിങ്ങളെ പോഷിപ്പിക്കും. Thank you, Lord. കർത്താവേ, നന്ദി. Thank you that you are stretching forth your hand upon every family. അങ്ങ് എല്ലാ കുടുംബത്തിന്റെ മേലും അങ്ങയുടെ കരം നീട്ടുന്നു. Lord, with all your love, you are here, Lord. കർത്താവേ, സ്നേഹത്തോടെ അങ്ങ് ഇവിടെ ആയിരിക്കുന്നു. You are the carpenter of Nazareth. കർത്താവേ, അങ്ങ് നസറേത്തിലെ തച്ചനാകുന്നു. Lord, you are here to build every family. എല്ലാ കുടുംബങ്ങളെയും പടുത്തുയർത്തുവാൻ അങ്ങ് ഇവിടെയുണ്ട്. Remember every member of your family. കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും നിങ്ങൾ ഓർക്കുവിൻ. Come on, mention all the names of your family members in your ഒരു heart. കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെയും പേര് നിങ്ങൾ ഹൃദയത്തിൽ ഓർമ്മിക്കുവിൻ. Even now the Lord is stretching forth his hand and blessing every family. ഇപ്പോഴും ദൈവം തന്റെ കരം നീട്ടി ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നു. Shall we all thank God? നമുക്ക് എല്ലാവർക്കും ദൈവത്തിന് സ്തോത്രം കരേറ്റാം. Shall we all say thank you, Lord, നമുക്ക് എല്ലാവർക്കും യേശുവേ നന്ദി എന്ന് for പറയാം. remembering my family, Lord, എന്റെ കുടുംബത്തെ ഓർക്കുന്നതിന് നന്ദി. wherever they are. അവർ എവിടെയാണെങ്കിലും The Lord is
remembering them and blessing them. കർത്താവ് അവരെ ഓർമ്മിക്കുന്നു, അനുഗ്രഹിക്കുന്നു. Thank you, Lord. യേശുവേ നന്ദി. Thank you, Lord. കർത്താവേ നന്ദി. You are the builder of everything. അങ്ങ് സകലതും കെട്ടിപ്പണിയുന്നവനാണ്. You are building everything, Lord. അങ്ങ് സകലതും കെട്ടിപ്പണിയുന്നവനാണ്. Whatever is broken in their family, അവരുടെ കുടുംബത്തിൽ എന്തെല്ലാം തകർന്നിരിക്കുന്നു, you are building it, Lord. അതെല്ലാം കെട്ടിപ്പണിയുന്നു. You are building it, Lord. അതെല്ലാം കെട്ടിപ്പണിയുന്നു. Building every heart. സകല ഹൃദയങ്ങളെയും You are building every heart. അങ്ങ് സകല ഹൃദയങ്ങളെയും കെട്ടിപ്പണിയുന്നു. Thank you, Lord. കർത്താവേ നന്ദി. Thank you, Lord. കർത്താവേ നന്ദി. Thank you, Lord. കർത്താവേ നന്ദി. Even now the anointing is coming upon every home. ഇപ്പോഴും അഭിഷേകം എല്ലാവരുടെ മേലും വരുന്നു. Every one of your family member. കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെ മേലും. Shall we all thank God? നമുക്ക് എല്ലാവർക്കും ദൈവത്തോട് നന്ദി Shall പറയാം. we all rejoice? നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം. Come on, rejoice. വരൂ സന്തോഷിപ്പിൻ. Believing that God is building your home. ദൈവം നിങ്ങളുടെ ഭവനത്തെ കെട്ടിപ്പണിയുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട്. Thank you, Lord. കർത്താവേ നന്ദി. Thank you, Lord. കർത്താവേ നന്ദി. Something is happening right now. ഇപ്പോൾ എന്തോ ഒന്ന് സംഭവിക്കുന്നു. Changes are happening in every one of your family members' heart right now. കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെ ഹൃദയത്തിലും രൂപാന്തരം സംഭവിക്കുന്നു. The Lord is turning every heart. കർത്താവ് എല്ലാ ഹൃദയങ്ങളെയും രൂപാന്തരപ്പെടുത്തുന്നു. Come on, clap your hands and praise ഒരു God. കരഘോഷം മുഴക്കി ദൈവത്തെ സ്തുതിക്കുവിൻ. The husbands are coming. ഭർത്താക്കന്മാർ കുടുംബത്തിലേക്ക് വരുന്നു. Wives are coming. ഭാര്യമാർ കുടുംബത്തിലേക്ക് വരുന്നു. Children are coming. മക്കൾ കുടുംബത്തിലേക്ക് വരുന്നു. The Lord is building your home with His love, കർത്താവ് തന്റെ സ്നേഹത്താൽ നിങ്ങളുടെ ഭവനത്തെ with His കെട്ടിപ്പണിയുന്നു. great love. തന്റെ മഹത്തായ സ്നേഹത്തോടെ. Come on, rejoice. വരൂ സന്തോഷിപ്പിൻ. Rejoice. സന്തോഷിപ്പിൻ. Thank you, Lord. കർത്താവേ നന്ദി. All the sinful habits of your family members are leaving right now. കുടുംബാംഗങ്ങളുടെ പാപ സ്വഭാവങ്ങളെല്ലാം ഇപ്പോൾ അവരെ വിട്ട് പോകുന്നു. Thank Him. കർത്താവിനോട് നന്ദി പറയുന്നു. Thank Him. കർത്താവിനോട് നന്ദി All പറയുന്നു. the lustful spirits are leaving right now. ജഡമോഹം നിറഞ്ഞ ദുരാത്മാക്കളെല്ലാം Thank you, വിട്ടുപോകുന്നു. Lord. കർത്താവേ നന്ദി. The alcoholic spirits are leaving now. മദ്യപാനത്തിന്റെ ദുരാത്മാക്കൾ ഇപ്പോൾ വിട്ടുപോകുന്നു. The rebellious spirits are leaving now. കലഹത്തിന്റെ ദുരാത്മാക്കൾ ഇപ്പോൾ വിട്ടുപോകുന്നു. The evil spirits are leaving right now. ഇപ്പോൾ തിന്മ നിറഞ്ഞ ദുരാത്മാക്കൾ Come വിട്ടുപോകുന്നു. on, thank God. വരൂ ദൈവത്തോട് നന്ദി Thank പറയുവിൻ. God. നന്ദി പറയുവിൻ. Thank God. നന്ദി പറയുവിൻ. The devil be ashamed. പിശാചെ ലജ്ജിച്ചു പോകട്ടെ. You evil spirits, leave them right now. ദുരാത്മാക്കളെ ഇപ്പോൾ അവരെ വിട്ട് പോകുവിൻ. No more in the family of God's children. ഇനി ദൈവമക്കളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് സ്ഥാനമില്ല. അവരെ വിട്ട് പോകുവിൻ. Thank you, Lord. കർത്താവേ നന്ദി. Thank you, Lord. കർത്താവേ The Lord നന്ദി. is setting you free. ദൈവം നിങ്ങളെ വിടുവിക്കുന്നു. The Lord is setting you free കർത്താവ് നിങ്ങളെ വിടുവിക്കുന്നു. for all the tears you have shed. നിങ്ങൾ ചൊരിഞ്ഞ കണ്ണുനീരിന് The പകരം Lord is delivering you right now. ഇപ്പോൾ കർത്താവ് നിങ്ങളെ വിടുവിക്കുന്നു. Come on, clap your hands and thank God. ഒരു കരഘോഷം മുഴക്കി ദൈവത്തെ സ്തുതിക്കുവിൻ. Thank God. ദൈവത്തെ സ്തുതിക്കുവിൻ. The Lord is setting you totally free now. കർത്താവ് ഇപ്പോൾ നിങ്ങളെ സമ്പൂർണ്ണമായി വിടുവിക്കുന്നു. The builder of everything is coming along with you. സകലതും കെട്ടിപ്പണിയുന്നവൻ നിങ്ങളോട് കൂടെ വരുന്നു. Thank you, Lord. കർത്താവേ നന്ദി. Thank you, Lord. കർത്താവേ The നന്ദി. people who tortured you, നിങ്ങളെ ഉപദ്രവിച്ച ജനങ്ങൾ they are leaving right now. അവർ ഇപ്പോൾ നിങ്ങളെ വിട്ട് Come പോകുന്നു. on, thank God. ഒരു ദൈവത്തോട് നന്ദി പറയും. Thank God. നന്ദി All പറയും. the court cases are coming in favor of you. കോടതിയിലെ സകല കേസുകളും നിങ്ങൾക്ക് അനുകൂലമായി You തീരുന്നു. will have victory in Jesus' name. നിങ്ങൾക്ക് യേശുവിന്റെ നാമത്തിൽ വിജയം ലഭിക്കും. Thank you, Lord. കർത്താവേ നന്ദി. The things that are stolen from you are being given to you. നിങ്ങളിൽ നിന്ന് അപഹരിക്കപ്പെട്ട സകലതും നിങ്ങൾക്ക് തിരികെ നൽകപ്പെടുന്നു. Believe. വിശ്വസിക്കുവിൻ. Believe. വിശ്വസിക്കുവിൻ. Believe. വിശ്വസിക്കുവിൻ. All the witchcrafts are leaving right now. സകല ആഭിചാര ശക്തികളും ഇപ്പോൾ നിങ്ങളെ വിട്ട് I പോകുന്നു. rebuke you, evil spirit, out of their home. ആഭിചാര ശക്തികളെ ഞാൻ നിങ്ങളെ അവരുടെ വീട്ടിൽ നിന്ന് ശാസിച്ചകറ്റുന്നു. Set your people free, O God. കർത്താവേ അങ്ങയുടെ മക്കളെ അങ്ങ് വിടുവിക്കണം. All the jealous spirits leave in Jesus. അസൂയയുടെ ദുരാത്മാക്കൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. Let peace rule their family, O God. സമാധാനം അവരുടെ കുടുംബത്തെ ഭരിക്കട്ടെ. Peace. സമാധാനം. Peace. സമാധാനം. Peace.
സമാധാനം. I leave with you, Jesus says. യേശു പറയുന്നു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. Thank you, Lord. കർത്താവേ നന്ദി. Thank you, Lord, കർത്താവേ for നന്ദി. building every home. എല്ലാ ഭവനങ്ങളെയും കെട്ടിപ്പണിയുന്നതിന് Thank you, Jesus. യേശുവേ നന്ദി. Thank you, Lord. കർത്താവേ നന്ദി. Continue to be with them, Lord. തുടർന്നും അവരോടൊപ്പം ആയിരിക്കണമേ. Lord, കർത്താവേ you be the head of every family, അങ്ങ് എല്ലാ കുടുംബത്തിന്റെയും നാഥനായിരിക്കണം. the father of every family. എല്ലാ കുടുംബത്തിന്റെയും Let പിതാവായിരിക്കണം. provisions be given to them, Lord. അവർക്ക് സകലതും അങ്ങ് നൽകണമേ. No more lacking in their family life. ഇനി അവരുടെ കുടുംബത്തിൽ ഒന്നിനും ഒരു കുറവും ഉണ്ടാകരുത്. Financially also remember them and bless them, O God. കർത്താവേ അങ്ങ് അവരെ ഓർക്കണമേ, സാമ്പത്തികമായി അനുഗ്രഹിക്കണമേ. Thank you, Lord. കർത്താവേ നന്ദി. Thank you, Jesus. യേശുവേ നന്ദി. Many are saying, പലരും ഇപ്രകാരം പറയുന്നു, my family should be so religious and pious. എന്റെ കുടുംബം വളരെയധികം ഭയഭക്തിയുള്ള കുടുംബമായി തീരണം. Lord, build my home into a pious family. കർത്താവേ എന്റെ കുടുംബത്തെ ദൈവഭയമുള്ള കുടുംബമാക്കി അങ്ങ് കെട്ടിപ്പണിയണം. Mothers are crying like this. അമ്മമാർ അതുപോലെ The കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Lord is answering your prayers. കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നു. The holiness is coming into your family. കുടുംബത്തിലേക്ക് വിശുദ്ധി കടന്നു വരുന്നു. Thank you, Lord. കർത്താവേ നന്ദി. Lord, open the heavens കർത്താവേ സ്വർഗം തുറക്കണമേ. and pour out your love upon them, അങ്ങയുടെ Lord. സ്നേഹം അവരുടെ മേൽ പകരണമേ. Let your holiness rule their family, Lord. അങ്ങയുടെ വിശുദ്ധി അവരുടെ കുടുംബത്തെ അടക്കി ഭരിക്കട്ടെ. No more divisions, ഇനി Lord. കുടുംബത്തിൽ വിഭാഗീയത ഉണ്ടാകരുത്. No more fights within them, Lord. ഇനി കുടുംബാംഗങ്ങൾക്കിടയിൽ കലഹം ഉണ്ടാകരുത്. No anger, ഇനി കോപം ഉണ്ടാകരുത്. no pride, ഇനി അഹങ്കാരം ഉണ്ടാകരുത്. only love, സ്നേഹം മാത്രമേ ഉണ്ടാകുവാൻ only പാടുള്ളൂ. love. സ്നേഹം മാത്രം. The word Jesus should be in their mouth all the time, oh God. അവരുടെ വായിൽ എപ്പോഴും യേശു എന്ന നാമം ഉണ്ടായിരിക്കണം. Thank you, Lord. കർത്താവേ നന്ദി. Thank you, Lord. കർത്താവേ നന്ദി. According to your promise, you are remembering every അങ്ങയുടെ family. വാഗ്ദത്തം അനുസരിച്ച് അങ്ങ് എല്ലാവരെയും ഓർക്കുന്നു. You are building them, അങ്ങ് Lord, അവരെ കെട്ടിപ്പണിയുന്നു. into a palace. Thank you, Lord. കർത്താവേ നന്ദി. Thank you, Jesus. കർത്താവേ നന്ദി. In Jesus' name. യേശുവിന്റെ നാമത്തിൽ